Question number 14. ഇത് കോണിക് സെക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? എ സർക്കിൾ സി ഓഫ് റേഡിയസ് 2 ലൈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് ആൻഡ് ടച്ചസ് ബോത്ത് ദി കോർഡിനേറ്റ് ആക്സസ്. അപ്പോൾ സി എന്ന് പറയുന്ന ഒരു സർക്കിളിന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. സി എന്ന് പറയുന്ന സർക്കിൾ എങ്ങനെയുള്ള സർക്കിളാണ്? അത് സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള സർക്കിളാണ്. മാത്രമല്ല ആ സർക്കിൾ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും എന്ത് ചെയ്യുന്നു? ടച്ച് ചെയ്യുന്നു. ലെറ്റ് ആർ ബി ദ റേഡിയസ് ഓഫ് അനദർ സർക്കിൾ. മറ്റൊരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന്റെ റേഡിയസ് ആണ് ആർ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ആ സർക്കിളിന്റെ പ്രത്യേകത എന്താ? ആ സർക്കിളിന്റെ സെന്റർ എവിടെയാ? ഓഡേറ്റ് പെയർ 2,5. മാത്രമല്ല ആ സർക്കിൾ ഈ സി എന്ന് പറയുന്ന സർക്കിളിനെ കൃത്യം 2 പോയിന്റുകളിൽ എന്ത് ചെയ്യുന്നു? ഇന്റർസെക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആറിന്റെ ഓൾ പോസിബിൾ വാല്യൂസ് അത് ആൽഫ കോമ ബീറ്റ എന്ന് പറയുന്ന ഇന്റർവെല്ലിലാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 3 ബീറ്റ മൈനസ് 2 ആൽഫ. ക്ലിയർ ആയല്ലോ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ശരിക്കും നമുക്ക് ആദ്യം ഒരു സർക്കിൾ തന്നിരിക്കുന്നു, സി എന്ന് പറയുന്ന സർക്കിൾ. സി എന്ന് പറയുന്ന സർക്കിളിന്റെ പ്രത്യേകത എന്താ? അത് സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള സർക്കിളാണ്. മാത്രമല്ല എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും എന്ത് ചെയ്യുന്നു? ടച്ച് ചെയ്ത് കടന്നു പോകുന്ന സർക്കിളാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ സർക്കിള് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം അല്ലെ? യെസ്, ദാ ഞാൻ ദാ ഇങ്ങനെ വരച്ചു. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് സി എന്ന് പറയുന്ന സർക്കിൾ വന്നിരിക്കുന്നത് അല്ലെ? മാത്രമല്ല അത് എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ടച്ച് ചെയ്ത് കടന്നു പോകുന്നു. മാത്രമല്ല സി എന്ന് പറയുന്ന ഈ സർക്കിളിന്റെ റേഡിയസ് 2 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. റേഡിയസ് 2 ആയതുകൊണ്ട് തന്നെ ഈ സർക്കിളിന്റെ സെന്റർ എനിക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും അല്ലെ? കാരണം എന്താ? ദാ സെന്ററിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? സെന്ററിന്റെ കോർഡിനേറ്റ്സ് വരിക ദാ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും റേഡിയസ് ഓഫ് ദ സർക്കിൾ 2 യൂണിറ്റ്സ് ആണല്ലോ. പക്ഷെ അത് നെഗറ്റീവ് എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിലായതുകൊണ്ട് -2 അല്ലേ വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ സെന്ററിന്റെ കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എനിക്ക് -2 ആയിട്ട് എടുക്കാമല്ലോ. ഇനി അതുപോലെ തന്നെ ദാ ഈ ഹൈറ്റ് എടുത്താൽ ആ ഹൈറ്റ് അല്ലേ ആ സെന്ററിന്റെ വൈ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. ഈ ഹൈറ്റ് എന്ന് പറയുന്നതും സർക്കിളിന്റെ റേഡിയസ് ആണ്. പോസിറ്റീവ് വൈ ആക്സിസിന്റെ ഡയറക്ഷൻ തന്നെ 2 ആയിട്ട് എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ വൈ കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ എന്താ കിട്ടുക? 2 ആണ്. അപ്പോൾ സർക്കിൾ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ടച്ച് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കിളിന്റെ സെന്റർ നമുക്ക് റേഡിയസ് ഉപയോഗിച്ച് എഴുതാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതാണ് സി എന്ന് പറയുന്ന സർക്കിൾ. ഇനി നമുക്ക് മറ്റൊരു സർക്കിളിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? എങ്ങനെയുള്ള സർക്കിളാണ്? സെന്റർ എവിടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2,5 എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പൊ സെന്റർ 2,5. അപ്പൊ 2,5 ഏകദേശം ഞാൻ ദാ ഇവിടേക്ക് മാർക്ക് ചെയ്യാം അല്ലെ? ഇതാണ് 2,5 എന്നിരിക്കട്ടെ. അപ്പൊ സെന്റർ 2,5 ആയിട്ടുള്ള ഒരു സർക്കിൾ. അപ്പൊ ആ സർക്കിൾ ഞാൻ ദാ ഇങ്ങനെ വരച്ചു. ഓക്കെ, ദാ ഇതാണ് സെന്റർ 2,5 ആയിട്ടുള്ള ഒരു സർക്കിൾ. പക്ഷെ ഈ സർക്കിളിന് പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഈ സർക്കിൾ സി എന്ന് പറയുന്ന സർക്കിളിനെ എന്ത് ചെയ്യണം? കൃത്യം 2 പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്യണം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ റേഡിയസിന്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഇതല്ലേ നമുക്ക് ആൽഫ ബീറ്റ എന്ന് അറിയേണ്ടത്. ശരിയല്ലേ മക്കളെ അല്ലെ? അപ്പൊ നോക്കിയടാ, ഈ ബ്ലൂ കളർ സർക്കിൾ അത് ആ ഗ്രീൻ കളർ സർക്കിളിനെ കൃത്യം 2 പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്യണമെങ്കിൽ റേഡിയസ് ഏറ്റവും മിനിമം എത്രയായിരിക്കണം? ഓക്കെ, ഈ സർക്കിളിനെ നമുക്കിതാ ഇതിപ്പോ സെന്റർ 2,5 ആണ്. അപ്പൊ ആ സർക്കിൾ ഇങ്ങനെ വലുതായി ദാ ഇത്രയും എത്തിക്കഴിഞ്ഞാൽ അല്ലെ? അപ്പൊ ഞാൻ അവിടെ ഒരു സ്ട്രൈറ്റ് ലൈനും കൂടെ വരയ്ക്കാൻ പോവാണ്. സെന്ററിലൂടെ ഞാൻ ദാ ഇങ്ങനെ ഒരു ലൈൻ വരച്ചെന്ന് വിചാരിച്ചു. ഓക്കെ, എന്നിട്ട് ആ പോയിന്റുകൾക്ക് പേര് കൊടുത്തേക്കാം. ഇത് ഒരു എ എന്ന് വിളിക്കാം. ഈ പോയിന്റിനെ നമുക്ക് ഒരു ബി എന്ന് പേരിട്ട് വിളിക്കാം. സെന്റർ ഓഫ് ദ സർക്കിളിനെ വേണമെങ്കിൽ ഒരു സി എന്ന് പേരിട്ട് വിളിച്ചേക്കാം അല്ലെ? യെസ്. അങ്ങനെയാണെങ്കിൽ ദാ ബി സി എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസിനേക്കാൾ വലുതായിരിക്കണം എല്ലായ്പ്പോഴും എന്ത്? റേഡിയസ് ഓഫ് ബ്ലൂ കളർ സർക്കിൾ. ശരിയല്ലേ? സൂക്ഷിച്ചു നോക്കി. ആർ എന്ന് പറയുന്നത് ബി സിയേക്കാൾ വലുതായെങ്കിൽ മാത്രമേ ആ ഗ്രീൻ കളർ സർക്കിളിനെ ഈ ബ്ലൂ കളർ സർക്കിൾ 2 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ അല്ലെ? ഇപ്പൊ നമ്മൾ ആ വരച്ചിരിക്കുന്ന രീതിയിലാണെങ്കിൽ ടച്ച് ചെയ്ത് പോകത്തേ ഉള്ളൂ. പക്ഷെ ടച്ച് ചെയ്താൽ പോരാ, നമുക്ക് എന്ത് ചെയ്യണം? ഇന്റർസെക്ട് ചെയ്യണം. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യണമെങ്കിൽ റേഡിയസ് നമ്മൾ ഇതിനേക്കാൾ ബി സിയേക്കാൾ കൂട്ടണം. ഇപ്പൊ നോക്കിയേ, 2 സർക്കിൾസും കൃത്യം 2 പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്യുമല്ലോ. അപ്പോൾ റേഡിയസ് ഓഫ് ദാറ്റ് ബ്ലൂ കളർ സർക്കിൾ എന്ന് പറയുന്നത് ബി സിയേക്കാൾ എന്തായാലും വലുതായിട്ട് നിൽക്കണം. ശരിയല്ലേ? അപ്പോൾ ആർ എന്ന് പറയുന്നത് ബി സിയേക്കാൾ വലുതായിരിക്കണ്ടേ മക്കളെ? അപ്പൊ ബി സി ലെസ് ദാൻ ആർ.
ഇങ്ങനെ വരണമല്ലോ. ഈക്വൽ ടു ബി സി വന്നാലും കാര്യമില്ല. ഈക്വൽ ടു ബി സി ആണ് റേഡിയസ് എങ്കിൽ ടച്ച് ചെയ്ത് പോകത്തേ ഉള്ളൂ, നമുക്ക് ഇന്റർസെക്റ്റ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ബി സിയേക്കാൾ വലുതായിട്ട് തന്നെ നിൽക്കണമെന്ന് 6 റേഡിയസ്. ക്ലിയർ അല്ലേ? ഇനി നോക്കിയടാ, ഞാൻ ഈ ബ്ലൂ കളർ സർക്കിളിനെ വീണ്ടും ഇങ്ങനെ വലുതാക്കുന്നു അല്ലേ. അപ്പൊ ഇപ്പോഴെല്ലാം നോക്കിയേ, 2 സർക്കിൾസും കൃത്യം 2 പോയിന്റുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് ഇത് വലുതാക്കിയതാ ഇങ്ങനെ ആയാലോ. അതായത് ആ ബ്ലൂ കളർ സർക്കിളിന്റെ റേഡിയസ് എന്തായി മാറി? AC ആയിട്ട് മാറി അല്ലെ. അങ്ങനെ AC ആണ് റേഡിയസ് എങ്കിൽ ഇത് വീണ്ടും ആ ഗ്രീൻ കളർ സർക്കിളിനെ ടച്ച് ചെയ്തല്ലേ പോവുക. പക്ഷെ നമുക്ക് ടച്ച് ചെയ്യല്ലേ വേണ്ടത്, എന്ത് വേണം? ഇന്റർസെക്റ്റ് ചെയ്യണം 2 പോയിന്റുകളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ റേഡിയസ് AC-യേക്കാൾ ചെറുതാക്കിയല്ല എടുക്കാൻ പറ്റുള്ളൂ. നോക്കി, റേഡിയസ് AC-യേക്കാൾ ചെറുതാക്കിയപ്പോൾ ഇപ്പൊ 2 പോയിന്റുകളിൽ അത് ഇന്റർസെക്റ്റ് ചെയ്യും. ഈക്വൽ ടു AC ആക്കിയാൽ ടച്ച് ചെയ്തു പോകും. AC-യേക്കാൾ വലുതാക്കിയാലോ ഇത് ഇന്റർസെക്റ്റ് ചെയ്യുകയില്ല 2 സർക്കിൾസും. ശരിയല്ലേ? നോക്കിയേ, ഫിഗർ കറക്റ്റ് അല്ലേ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ റേഡിയസ് പരമാവധി നമുക്ക് എവിടം വരെ വരാൻ പറ്റുള്ളൂ? AC. ശരിയല്ലേ? പക്ഷെ AC പോലും ആകാൻ പറ്റില്ല, AC-യേക്കാൾ ചെറുതായിട്ട് നിൽക്കണം. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് ലെസ് ദാൻ എന്തായിരിക്കണം? AC ആയിരിക്കുകയും വേണം. അപ്പോ നമ്മുടെ ബ്ലൂ കളർ സർക്കിൾ സി എന്ന് പറയുന്ന ഗ്രീൻ കളർ സർക്കിളിനെ കൃത്യം 2 പോയിന്റുകളിൽ ഇന്റർസെക്റ്റ് ചെയ്യണമെങ്കിൽ റേഡിയസ് ഓഫ് ദാറ്റ് സർക്കിൾ, അതായത് R എന്ന് പറയുന്നത് BC-യേക്കാൾ വലുതുമായിരിക്കണം, എന്നാൽ AC-യേക്കാൾ ചെറുതുമായിരിക്കണം. ശരിയല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിലോ BC എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാ BC കണ്ടുപിടിക്കുക? BC എന്ന് പറയുന്നത് ഈ പോയിന്റ് ഒരു P ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു M ആണെന്നിരിക്കട്ടെ. ഓക്കെ, സെന്റർ ഓഫ് ദ സർക്കിൾ M ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിലേ BC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ MC കണ്ടുപിടിച്ചിട്ട്, BC വേണമെങ്കിൽ MC കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി? റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലെ. അതായത് ഗ്രീൻ കളർ സർക്കിളിന്റെ റേഡിയസ് അത് 2 യൂണിറ്റ് ആണല്ലോ. അപ്പൊ ഇത് 2 യൂണിറ്റ്, 2 അങ്ങ് സബ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ പോരെ. ശരിയാണോ മക്കളെ? നോക്കി, എനിക്ക് വേണ്ടത് ഏത് ഡിസ്റ്റൻസ് ആണ്? BC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ആ BC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ MC കണ്ടുപിടിച്ചിട്ടേ അതിൽ നിന്ന് MB അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. MB എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ MB എന്ന് തന്നെ എഴുതുകയും ചെയ്യാം അല്ലെ. യെസ്, MB. എന്താ MC? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 16 + 9 അല്ലെ, മൈനസ് MB എന്ന് പറഞ്ഞാൽ എത്രയാ? 2. അതായത് 5 - 2 = എന്ത് കിട്ടും? 3 കിട്ടും. ഇനി നമുക്ക് AC വേണം. AC കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? AC കണ്ടുപിടിക്കാൻ ഇതുപോലെ MC കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ AM കൂടെ കൂട്ടിച്ചേർത്താൽ പോരെ അല്ലെ. MC-യും AM-ഉം കൂടെ ചേർത്താൽ നമുക്ക് ടോട്ടൽ AC കിട്ടുമല്ലോ. MC അത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരുന്നു, റൂട്ട് ഓഫ് 16 + 9. അതിൻ്റെ കൂടെ AM എന്ന് പറഞ്ഞാൽ വീണ്ടും ആ C എന്ന് പറയുന്ന സർക്കിളിന്റെ റേഡിയസ് 2 തന്നെയല്ലേ. അപ്പൊ അതും 2 ആണ്. അപ്പൊ ഇത് 5 + 2 എത്രയാ കിട്ടുക? 7 എന്ന് കിട്ടും. കണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും R-ന്റെ വാല്യൂ ഏത് ഇന്റർവെല്ലിലാണ് വരുന്നത്? ഓപ്പൺ ഇന്റർവെൽ 3,7. അപ്പൊ അതുകൊണ്ട് തന്നെ ആൽഫയുടെ വാല്യൂ 3 ആണ്, ബീറ്റയുടെ വാല്യൂ എത്രയാ? 7 ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? 3 ബീറ്റ മൈനസ് 2 ആൽഫ ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതായത് 3 × 7 - 2 × 3 21 - 6. ഫൈനൽ ആൻസർ നമുക്ക് എത്രയാ കിട്ടുക? 15 എന്നാണ് കിട്ടുക. 15 എന്ന ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ 1 ആണ്. സോ ഓപ്ഷൻ 1 അല്ലേ കറക്റ്റ് ആൻസർ.